നമസ്കാരം. ഇന്ന് നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ നമ്മളോടൊപ്പം ഈ അഭിമുഖത്തിൽ ചേരുന്നത് സരിത കൃഷ്ണകുമാർ മാമാണ്. മാം സ്വാഗതം. ചോദ്യങ്ങളിലേക്ക് എടുക്കാം. പണ്ട് കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സമുദായത്തിലുള്ള ആൾക്കാർക്ക് മാത്രമായിരുന്നു കല എന്ന് വിശ്വസിച്ചിരുന്നൊരു വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇന്നങ്ങനെയല്ല. അപ്പോൾ ആ ഒരു ചേഞ്ച്, ആ ഒരു കലയുടെ യാത്രയെ പറ്റിയിട്ട് മാമിന് എന്താണ് പറയാനുള്ളത്? ഞാൻ 10 വയസ്സ് മുതലാണ് പഠിച്ചു തുടങ്ങിയത്. എന്നെ വിളിച്ച് പഠിക്കാൻ ആശാൻ വിളിച്ചിട്ട് ഞാൻ പഠിക്കാൻ പോയതാണ് മന്നൂരാശാൻ. അങ്ങനെ ഒരു വേർതിരിവൊന്നും അവിടെ അങ്ങനെ കാണിച്ചിരുന്നില്ല. സാധാരണ അവിടുത്തെ കുടുംബത്തിലെ കുട്ടികളെ പഠിപ്പിച്ചിരുന്ന മാതിരി തന്നെയായിരുന്നു എനിക്കും അവിടെ പഠിക്കാൻ പറ്റിയിരുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു വേർതിരിവോ അങ്ങനെ ഒരു ഇതൊന്നും അവിടെ തോന്നിയിരുന്നില്ല. സാധാരണ പോലെ അതെനിക്ക് നല്ല ഗുണം ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക്. ഒരുപാട് രാജ്യങ്ങൾ കണ്ടിട്ടുള്ളൊരു വലിയ കലാകാരിയാണ് മാം. അപ്പോൾ കേരളത്തിന് പുറത്ത് നമ്മുടെ സ്വന്തം കൂടിയാട്ടത്തിനെ എങ്ങനെയാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് പറയാമോ? കേരളത്തിന് പുറത്ത് കുറച്ചും കൂടി ഇവിടത്തേക്ക് കുറച്ചും കൂടി നല്ല രീതിയിലാണ് ഓഡിയൻസ് ഒക്കെ. കുറച്ചും കൂടി ഇവിടെ കുറച്ച് ഓഡിയൻസ് ഉള്ളു വെച്ചാലും അവര് നല്ല രീതിയിലായിരിക്കും. പക്ഷെ അവിടെ കുറച്ചും കൂടി നല്ല നിറഞ്ഞ സദസ്സാണ് അവിടെ കുറച്ചും കൂടി ഉണ്ടാവാറ് തോന്നുന്നു. അവസാനത്തെ ചോദ്യം. ഈ ക്രൈസ്റ്റിലെ രംഗകലാ കോൺഫറൻസ്, ആ ഒരു അനുഭവത്തിനെ പറ്റി 2 വാക്ക് ഞങ്ങളോട് പങ്കുവയ്ക്കാമോ? കോളേജ്, ക്രൈസ്റ്റ് കോളേജ് പൊതുവെ എനിക്ക് ഇഷ്ടമുള്ള കോളേജാണ്. ഇവിടെ ഇങ്ങനൊരു സ്റ്റേജിൽ ഇങ്ങനത്തെ സദസ്സിൻ്റെ മുമ്പിൽ ഇങ്ങനൊരു പരിപാടി അവതരിപ്പിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. വളരെ സന്തോഷം. അപ്പോൾ വളരെ മനോഹരമായി നിങ്ങൾക്ക് ആൻസേഴ്സ് നൽകിയ മാമിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഈ അഭിമുഖം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.